സർക്കാർ വെളിച്ചെണ്ണയായ കേരയ്ക്ക് റെക്കോർഡ് വിലക്കയറ്റം. ഒറ്റ ദിവസം കൊണ്ട് 110 രൂപ വർദ്ധിച്ച് 529 രൂപയിലാണ് വില ഉയർന്നത്. ഒരു മാസത്തിനിടെ 4ാം തവണയാണ് കേര വെളിച്ചെണ്ണയ്ക്ക് വില കൂട്ടിയത്. പൊതുവിപണിയിലെ വെളിച്ചെണ്ണ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സംവിധാനമൊരുക്കുമെന്ന് സർക്കാർ പറഞ്ഞതിനുശേഷം ബ്രാൻഡ് കേര വെളിച്ചെണ്ണയുടെ വില റോക്കറ്റ് പോലെ കുതിച്ചുയർന്നിരിക്കുന്നത്. നാടൻ വെളിച്ചെണ്ണയും ലിറ്ററിന് 420 മുതൽ 480 രൂപയ്ക്ക് കിട്ടുമ്പോഴാണ് കുത്തനെയുള്ള വില വർധന. ഇതോടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വിലയുള്ള വെളിച്ചെണ്ണ കേരയുടേതായി. കേരയ്ക്ക് ഏറ്റവും കൂടുതൽ വിറ്റുവരവ് ഓണക്കാലത്താണ്. 2500 ടണ്ണാണ് ഓരോ ഓണത്തിനും വിറ്റഴിയുന്നത്. എന്നാൽ വില സാധാരണക്കാരന് താങ്ങാനാകാത്ത നിലയിലെത്തിയതിനാൽ ഇക്കുറി ഉപഭോക്താക്കൾ മറ്റു ബ്രാൻഡുകളിലേക്ക് തിരിയും. പൊതുമേഖലാ സ്ഥാപനം ഉൽപ്പാദിപ്പിക്കുന്ന കേരയുടെ വില കുത്തനെ ഉയർന്നതോടെ വിപണിയിൽ മറ്റു ബ്രാൻഡുകളുടെ വില ഉയർന്നേക്കും. നാളികേരത്തിന്റെ കേരളത്തിലേക്കുള്ള ഇറക്കുമതി കുറഞ്ഞതിനൊപ്പം കേരളം, തമിഴ്നാട്, ഫിലിപ്പീൻസ് എന്നിവിടങ്ങളിൽ ഉൽപ്പാദനം 20% വരെ കുറഞ്ഞതും വില വർധനയ്ക്ക് കാരണമായി. 2025 തുടക്കത്തിൽ 33 രൂപയായിരുന്നു 1 കിലോ നാളികേരത്തിന്റെ വില. എന്നാൽ ഇപ്പോൾ 80 രൂപയ്ക്ക് മുകളിലാണ് 1 കിലോ തേങ്ങയ്ക്ക് ഈടാക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മിൽമ പാലിനി പ്ലാസ്റ്റിക് കുപ്പിയിലും. സ്വകാര്യ പാൽ കമ്പനികൾ വിപണിയിൽ വെല്ലുവിളിയുമായി എത്തിയതാണ് മിൽമയുടെ പുതിയ നീക്കത്തിന് കാരണം. പാൽ വാങ്ങുന്നതിന് കൂടുതൽ സുസ്ഥിരവും ചെലവ് കുറഞ്ഞതുമായ മാർഗം നൽകിക്കൊണ്ട് ഉപഭോക്താക്കൾക്ക് പ്രയോജനം ചെയ്യുക എന്നതാണ് ഈ സംരംഭം കൊണ്ട് മിൽമ ലക്ഷ്യമിടുന്നത്. ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം മേഖലാ യൂണിയനാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഇത്തരത്തിൽ 10,000 ലിറ്റർ കുപ്പിപ്പാൽ നിത്യേന വിൽക്കാനാണ് മിൽമ ലക്ഷ്യമിടുന്നത്. ഉയർന്ന ഗുണമേന്മയുള്ള പുനരുപയോഗിക്കാവുന്ന 1 ലിറ്ററിന്റെ പ്ലാസ്റ്റിക് കുപ്പിയിലാണ് പാൽ എത്തിക്കുന്നത്. കുപ്പി തുറന്ന് ഉപയോഗിച്ച ശേഷം അവശേഷിക്കുന്നത് 3 ദിവസം വരെ കേടുകൂടാതെ സൂക്ഷിക്കാനും സാധിക്കുന്ന തരത്തിലാണ് ഇവ വിപണിയിലെത്തിക്കുന്നത്. പ്ലാസ്റ്റിക് പാക്കേജിങ്ങിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനായി പാൽ വിതരണത്തിനായി വെൽഡിംഗ് മെഷീനുകൾ ഉപയോഗിക്കുന്നതും മിൽമ പരിശോധിക്കുന്നുണ്ട്. ഈ സംരംഭത്തിന് ഉപഭോക്താക്കളിൽ നിന്നും നല്ല പ്രതികരണമാണ് ലഭിച്ചത്. 56 രൂപയ്ക്കാണ് 1 ലിറ്റർ കവർ പാൽ വിൽക്കുന്നത്. കുപ്പിപ്പാലിന് 60 രൂപയ്ക്ക് മുകളിലാകും വിലയെന്നാണ് സൂചന. മികച്ച പ്രതികരണമുണ്ടായാൽ കൂടുതൽ പാൽ വിൽപ്പനയ്ക്കെത്തിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്ത് 1 ലക്ഷം ഹെക്ടർ റബ്ബർ തോട്ടങ്ങളിൽ ടാപ്പിംഗ് നടക്കുന്നില്ലെന്ന് റിപ്പോർട്ട്. ടാപ്പിംഗ് വേണ്ടെന്ന് വെച്ചതിനാൽ കേരളത്തിൽ വർഷം 2 ലക്ഷം ടണ്ണിന്റെ ഉൽപാദന നഷ്ടമാണ് ഉണ്ടാകുന്നത്. സ്ലോട്ടർ ടാപ്പിംഗിനു ശേഷം മരങ്ങൾ വെട്ടിമാറ്റാത്തതും തൊഴിലാളികളെ കിട്ടാനില്ലാത്തതും ഉടമകൾ സ്ഥലത്തില്ലാത്തതും വിലയിലെ വ്യതിയാനവും ഉൾപ്പെടെയുള്ള കാരണങ്ങളാണ് ഉൽപാദനം നടക്കാത്തതിനിടയാക്കിയത്. രാജ്യത്തെ വ്യവസായ ആവശ്യങ്ങൾക്ക് ഈ വർഷം 14.1 ലക്ഷം ടൺ ആവശ്യമായിരിക്കെ 8 ലക്ഷം ടൺ മാത്രമാണ് ആഭ്യന്തര ഉൽപാദനം. ടയർ നിർമ്മാണം ഉൾപ്പെടെ വ്യവസായങ്ങൾക്ക് 6 ലക്ഷം ടൺ ഇറക്കുമതി ചെയ്യുന്നു. ടാപ്പിംഗ് വേണ്ടെന്ന് വെച്ചതിനാൽ കേരളത്തിൽ വർഷം 2 ലക്ഷം ടണ്ണിന്റെ ഉൽപാദന നഷ്ടമാണ് ഉണ്ടാകുന്നത്. കേരളത്തിന് പുറമെ തമിഴ്നാട്, കർണാടകം ഉൾപ്പെടെ സംസ്ഥാനങ്ങളിൽ ലക്ഷം ഹെക്ടറിന് കൂടി ടാപ്പിംഗ് നടക്കുന്നില്ല. അവിടെയും 2 ലക്ഷം ടണ്ണിന്റെ ഉൽപാദന നഷ്ടമാണ് ഉണ്ടാകുന്നത്. 2030 ഇന്ത്യയിലെ റബ്ബർ ഡിമാൻഡ് 20 ലക്ഷം ടണ്ണിലേക്ക് ഉയരും. ഇന്നത്തെ സാഹചര്യത്തിൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ 10 ലക്ഷം ടണ്ണായിരിക്കും വാർഷിക ആഭ്യന്തര ഉൽപാദനം. അങ്ങനെയെങ്കിൽ ഓരോ വർഷവും 10 ലക്ഷം ടണ്ണിന്റെ ഇറക്കുമതി ആവശ്യമായി വരും. അതായത് ആകെ ഡിമാൻഡിന്റെ 40 മുതൽ 45% ഇറക്കുമതിയായിരിക്കും. സംസ്ഥാനത്തെ റബ്ബർ കൃഷിയിൽ 20% 30 വർഷം ടാപ്പിംഗ് പൂർത്തിയാക്കി വെട്ടിമാറ്റേണ്ട തോട്ടങ്ങളാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കാലിത്തീറ്റയുടെ വിലവർധനയും പച്ചപ്പുല്ലിന്റെ ക്ഷാമവും കാരണം കുട്ടനാട്ടിൽ ക്ഷീരോത്പാദനം ഗണ്യമായി കുറഞ്ഞു. ഓരോ മിൽമ സഹകരണ സംഘങ്ങളിലും പ്രതിദിനം 1000കണക്കിന് പാൽ അളന്നിരുന്നത് 4/1 കുറഞ്ഞു. പാലിന് 58 രൂപ ലിറ്ററിന് സർക്കാർ പ്രഖ്യാപിത വിലയാണെങ്കിലും റീഡിംഗിന്റെ പേരിലുള്ള കുറവും സഹകരണ സംഘങ്ങളുടെ നിലനിൽപ്പിനായുള്ള കുറവും കഴിച്ചാൽ കർഷകർക്ക് ഉൽപ്പന്നത്തിന് ന്യായമായ വില ലഭിക്കുന്നില്ല. 35 മുതൽ 45 രൂപയ്ക്കിടയിലുള്ള വിലയാണ് അധിക കർഷകർക്കും ലഭിക്കുന്നത്. കൊയ്ത്തുമതി യന്ത്രം ഉപയോഗിച്ച് വിളവെടുക്കുന്നതിനാൽ ഒരു സീസണിലേക്ക് ആവശ്യമായ വൈക്കോൽ സംഭരിച്ചു വയ്ക്കാൻ കഴിയുന്നില്ല. കാലവർഷം ആരംഭിക്കുന്നതോടെ നിരന്തരമായ വെള്ളപ്പൊക്കം മൂലം പച്ചപ്പുല്ലിന്റെ ലഭ്യതയും കുറഞ്ഞു. വെള്ളപ്പൊക്ക സീസണുകളിൽ ക്ഷീരമൃഗങ്ങളെ സംരക്ഷിക്കാൻ കഴിയുന്നില്ലെന്നാണ് കർഷകർ നേരിടുന്ന രൂക്ഷമായ പ്രതിസന്ധി. വെള്ളപ്പൊക്കമെത്തുന്നതോടെ കാലിത്തൊഴുത്തുകൾ വെള്ളത്തിൽ മുങ്ങുകയും ചെയ്യുന്നു. ദുരിതബാധിതരായ ജനങ്ങളെ റവന്യൂ വകുപ്പ് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റുമെങ്കിലും ആടുമാടുകളെ ഉൾപ്പെടെയുള്ളവയെ സംരക്ഷിക്കാൻ സംവിധാനങ്ങളില്ലാത്തതും ഏറെ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. ഇതിനു പുറമെ കുളമ്പു രോഗവും കർഷകരെ ബുദ്ധിമുട്ടിലാക്കുന്നു. ക്ഷീരകർഷകരുടെ സംരക്ഷണത്തിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഏലലേല കേന്ദ്രങ്ങളിൽ ഉണർവ്. ട്രംപിന്റെ തീരുവ വിവാദം കാപ്പിയെ ബാധിച്ചു. റബ്ബറിൽ ചരക്ക് വരവ് കുറഞ്ഞു.
കാർഷിക മേഖലകളിൽ ഏലക്ക ലേലം പുരോഗമിക്കുന്നു. പുതിയ ഏലക്ക സംഭരിക്കാൻ കയറ്റുമതിക്കാരും ഉത്തരേന്ത്യൻ വാങ്ങലുകാരും കാണിച്ച ഉത്സാഹം ലേലകേന്ദ്രങ്ങൾക്ക് പുത്തൻ ഉണർവ് സമ്മാനിച്ചു. കനത്ത മഴയിൽ കൃഷിനാശവും അഴുകൽ രോഗവും മൂലം മൊത്തം ഉൽപാദനത്തിൽ കുറവ് സംഭവിക്കുമെന്ന സൂചനയാണ് കാർഷിക മേഖലയിൽ നിന്നുള്ളത്. ശാന്തൻപാറയിൽ നടന്ന ലേലത്തിൽ ശരാശരി ഇനങ്ങൾ കിലോ 2515 രൂപയിലും മികച്ച ഇനങ്ങൾ 3101 രൂപയിലുമാണ്. അനുകൂല കാലാവസ്ഥയിൽ ബ്രസീലിലും വിയറ്റ്നാമിലും കാപ്പി ഉൽപാദനം ഉയരുമെന്ന വിവരം വിലയിൽ ചാഞ്ചാട്ടമുളവാക്കി. കട്ടപ്പനയിൽ റോബസ്റ്റ കാപ്പി കിലോ 195 രൂപയായും കാപ്പി പരിപ്പ് 355 രൂപയിലുമാണ്. ഇതിനിടയിൽ ഇറക്കുമതി നികുതി വിഷയത്തിൽ അമേരിക്ക ഓഗസ്റ്റ് മുതൽ ബ്രസീലിയൻ ഉൽപ്പന്നങ്ങൾക്ക് 50% തീരുവ ഏർപ്പെടുത്തുമെന്ന പ്രഖ്യാപനം രാജ്യാന്തര കാപ്പി വിപണിയെ പ്രതിസന്ധിയിലാക്കി. ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ അറബിക്ക കാപ്പി ഉൽപ്പാദിപ്പിക്കുന്നത് ബ്രസീലിലാണ്. റബ്ബർ വില ഉയർന്നെങ്കിലും കൊച്ചി, കോട്ടയം, മലബാർ മേഖലകളിലെ വിപണികളിൽ ചരക്ക് വരവ് നാമമാത്രമാണ്. പ്രതികൂല കാലാവസ്ഥ മൂലം റബ്ബർ വെട്ടിന് അവസരം ലഭിക്കാതെ ഉൽപ്പാദകർ തോട്ടങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുകയാണ്. സംസ്ഥാനത്ത് 4ാം ഗ്രേഡ് റബ്ബർ കിലോ 210 രൂപയിലും 5ാം ഗ്രേഡ് 206 രൂപയിലും വ്യാപാരം നടന്നു. ലാറ്റക്സ് വില 139 രൂപ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കാണാം കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം: RSS 4 210, RSS 5 206, ലാറ്റക്സ് 147, ജാതിക്ക 270, ജാതിപത്രി 1600 മുതൽ 1850 വരെ, ഗ്രാമ്പു 800, അടയ്ക്ക 200, കാപ്പിക്കുരു 190, കൊക്കോ പരിപ്പ് 350, കുരുമുളക് ഗാർബിഡ് 68,500, കുരുമുളക് അൺഗാർബിഡ് 66,500, ഏലക്ക 2,450 മുതൽ 2,550 വരെ, വെളിച്ചെണ്ണ 38,500, കൊപ്ര 25,800, ചുക്ക് 22,500.